രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്കൊട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. പണ്ട് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ജീവിച്ചിരുന്നപ്പം ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അന്നൊന്ന് ശ്രദ്ധിക്കാനുണ്ട്, ഒന്ന് സ്നേഹിക്കാനുണ്ട്, ഒന്ന് ബഹുമാനിക്കാൻ മാത്രമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒരു വർഗീയ രാഷ്ട്രീയം വെളിപ്പെട്ടപ്പോൾ തുടങ്ങി ഞാൻ മാറ്റി നിർത്തിയ ഒരു മേഖലയാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ താമര വിരിഞ്ഞു എന്ന് കേട്ടപ്പോൾ വീണ്ടും ഇതിനൊന്ന് ശ്രദ്ധിക്കാൻ തോന്നി. കാരണം എന്തൊക്കെയോ ഒരു ഭീഷണി മണക്കുന്നത് പോലെ, പ്രത്യേകിച്ചും കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് തോന്നി. എന്താ കേട്ടെന്നല്ലേ നിങ്ങളെയും കേൾപ്പിക്കാം. കൺമുൻപിൽ ജയത്തിൻ്റെ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരുന്നപ്പോഴും പരിശ്രമിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്മാറിയില്ല. ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടായിരിക്കുന്നു. ഇതിനാണ് മക്കളെ നിശ്ചയബോധ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് രാജ്യങ്ങൾ മൊത്തം സഞ്ചരിച്ചായാലും കൊള്ളാം, ഭോഷ്ക്ക് പറഞ്ഞിട്ടായാലും കൊള്ളാം, എങ്ങനെ കുറച്ച് വാചക കസർത്ത് കൊണ്ടായാലും കൊള്ളാം, ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ പേരാണ് നിശ്ചയബോധ്യം എന്ന് പറയുന്നത്. ഇത് പെന്തക്കോസ്തുകാരെ നമുക്കുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. നമ്മൾ പെന്തക്കോസ്തുകാർ അത് വായിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സദൃശവാക്യം 31 അധ്യായം 16 വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളിങ്ങനെ കേരളത്തെ ആകെപ്പാടെ പൊതിഞ്ഞ് നമ്മൾ ഭയങ്കര സാക്ഷരതയുള്ളവരെന്നൊക്കെ പറഞ്ഞ് അതിനെ ആകെപ്പാടെ പൊക്കിപ്പിടിച്ച് ഏതോ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നു എന്നാണ് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ തോന്നിപ്പോകുന്നത്. എന്തൊക്കെ തള്ളായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. താമര വിരിയില്ല. ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്. താമര വിരിയാൻ പാടില്ല. ഇപ്പൊ എന്തേ തൃശ്ശൂരിന്റെ സാക്ഷരത ഇല്ലാതെയായോ? അതോ അവിടുത്തെ ജനങ്ങളുടെ പ്രബുദ്ധത നഷ്ടപ്പെട്ടു പോയോ? എന്താണ് സംഭവിച്ചത്? കേരളത്തിന് ഇതൊന്നും ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആർക്കും അതിനുള്ള നേരമില്ല. സുരേഷ് ഗോപി എന്നത് നല്ലൊരു മനുഷ്യനാകാം, നല്ലൊരു നടനായിരിക്കാം, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ജയിച്ചത്. അതിനോട് ആർക്കും എതിർപ്പില്ല, വിരോധവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരത്തിന് മീതെ താമരയുടെ മുദ്ര ഇരിക്കുന്നിടത്തോളം നമ്മൾ കേരളീയർ ഒന്ന് ഭയപ്പെട്ടേ മതിയാകൂ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധാപൂർവം ജീവിച്ചേ മതിയാകൂ. കാരണം BJP ഒരു വർഗീയ പാർട്ടിയാണോ? BJPക്ക് ഒരു ഹിന്ദുത്വ അജണ്ടകളുള്ള പാർട്ടിയാണ്. അതൊരു മലയാളികൾക്ക് BJP, അതായത് കാര്യം സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യൻ, പക്ഷെ BJP ഇവിടെ ജയിക്കുന്നത് കേരളത്തിൽ നല്ലതാണോ? BJPയോട് ആർക്കും വെറുപ്പുണ്ടായിട്ടല്ല. പക്ഷെങ്കിൽ എവിടെയൊക്കെയോ ഒരു ജാതി വർഗീയത ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെ അടുപ്പിക്കുവാൻ കേരളം ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുന്നത്. പെന്തക്കോസ്തുകാരായ നമുക്ക് മനസ്സിലാകാത്തത് മറ്റുള്ളവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് സുനിത ദേവദാസിന്റെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കാം. സത്യത്തിൽ കേരളത്തിൽ വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ്. എങ്ങനെയാണോ നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യ പിടിച്ചത്, അതുപോലെ സുരേഷ് ഗോപിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ ചുവട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ, നമുക്ക് അതിലൊന്നും താല്പര്യമില്ല, നമുക്ക് വേറെ ചില കാര്യങ്ങളിലാണ് താല്പര്യം. നമ്മൾ തമ്മിൽ തല്ലുന്നു, തെറി വിളിക്കുന്നു, അഹന്ത കാണിക്കുന്നു, ധാർഷ്ട്യം കാണിക്കുന്നു, ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ് നമ്മൾ. സംഘീയല്ലാത്ത, BJP അല്ലാത്ത, നിഷ്പക്ഷനായ, ചാരിറ്റി ചെയ്യുന്ന നല്ലവനായ ഉണ്ണിയായിട്ടാണ് അവർ സുരേഷ് ഗോപിയെ ഇപ്പോ കളത്തിലിറക്കി നിർത്തിയിരിക്കുന്നത്. ആ കെണിയിൽ കുറെ പേർ വീണു പോകുന്നുണ്ട്. അത് വിജയിച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ വിജയം നമ്മളോട് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി കരുതലോടെ BJP രാഷ്ട്രീയത്തെ നേരിട്ടില്ലെങ്കിൽ വരുന്ന 5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഒരുപാട് താമരകൾ വിരിയും. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. സുനിത എന്ന് പറയുന്ന സഹോദരി സംസാരിച്ചത് രാഷ്ട്രീയ ഭാഷയിലാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെ ആത്മീക ഭാഷയിൽ ഞാനൊന്ന് പരിവർത്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം 2 തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ പറയുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. ആരാണ് ഈ തടുക്കുന്നവൻ? സംശയം കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മിക്കവാറും സഭകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, പരിശുദ്ധാത്മാവിന് ഇപ്പോൾ യാതൊരു സ്ഥാനവും ഇല്ല. പരിശുദ്ധാത്മാവിനോട് എതിർത്ത്, പരിശുദ്ധാത്മാവിനെ തടുത്ത്, അതിനെ കളിയാക്കി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹല്ലേലൂയയുടെയും സ്തോത്രത്തിൻ്റെ യാതൊരു വൃത്തികേടും ഞങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് പറഞ്ഞ് ഒരു അഭിമാനം കൊണ്ട് നടക്കുന്ന ഒരു ആത്മീയ ലോകത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ആരാധന ഔട്ട് ഓഫ് ഫാഷനായി കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി
പാരമ്പര്യത്തിലും പരിചയത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സഭകളാണ് ഇപ്പോൾ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ എത്രത്തോളം അകറ്റി നിർത്തുന്നുവോ മനസ്സിലാക്കുക, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത അത്രത്തോളം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാജഭാവത്തോടും വ്യാജത്തിന്റെ വ്യാപാര ശക്തിയിലും അത് സഭകളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നാം നന്നായി മനസ്സിലാക്കിയിരിക്കുക, എത്രത്തോളം പരിശുദ്ധാത്മാവിനെ നമ്മൾ മാറ്റി നിർത്തുന്നുവോ അത്രത്തോളം അധർമ്മത്തിന്റെ ശക്തി അല്ലെങ്കിൽ സാക്ഷാൽ അധർമ്മമൂർത്തിയായവൻ അതിൻ്റെതായ ശക്തിയോടെ അതിൻ്റെതായ പ്രഭാവത്തോടെ സഭകളിൽ വെളിപ്പെട്ടു വരും, ദേശത്ത് വെളിപ്പെട്ടു വരും. അത് അതിൻ്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുമെന്നുള്ളത് നാം നന്നായി മനസ്സിലാക്കിയിരിക്കുക. പറഞ്ഞത് 2 പാസ്റ്റർമാരെങ്കിലും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉണർവ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉണർവ് ആരംഭിക്കാൻ പോകുന്നത് തെക്ക് ദേശത്ത് നിന്നാണ്. എല്ലാവരുടെയും ചിന്ത ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കണ്ടത് കുറച്ച് മുന്തി നിൽക്കുന്ന കുറച്ച് വർഷിപ്പ് ലീഡേഴ്സിനെ കൊണ്ട് സ്റ്റേജിൽ നിരത്തി ആധുനിക ഉപകരണങ്ങളെ ഇറക്കി കുറെ കരയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് വർഷിപ്പ് അങ്ങോട്ട് ലീഡ് ചെയ്ത് മുന്നേറി വന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ അവർ എഴുന്നേറ്റു. അങ്ങനെ നിൽക്കുമ്പോൾ വന്നിറങ്ങുന്ന എന്തോ ഒന്നാണ് ഒരു ഉണർവെന്നാണ് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഉണർവ് എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണ്. ആ പ്രശ്നം കേരളത്തിൽ ആരംഭിക്കുവാൻ സമയം ആഗതമായി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താമര എവിടെ വിരിഞ്ഞിട്ടുണ്ടോ അവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിൽ അത് വിരിഞ്ഞും അവിടെ കലാപങ്ങൾ സംഭവിച്ചു. ഇന്ത്യയിൽ അത് വിരിഞ്ഞു, അത് മണിപ്പൂരിൽ സംഭവിച്ചു. വടക്കൻ ഇന്ത്യയിൽ പല ഏരിയകളും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് സംഭവിച്ചു എന്ന് വരികയല്ല. എന്നാൽ താമര എത്രത്തോളം വിരിയുന്നുവോ അത്രത്തോളം അത് ഉണർവിൻ്റെ സമയങ്ങളോട് അടുക്കുന്നു എന്ന് തന്നെ നാം മനസ്സിലാക്കിയിരിക്കുക. തങ്ങളുടെ വംശത്തെ മൊത്തം നശിപ്പിക്കുവാൻ ഹാമാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ 8ലും വെണ്ണീറിലും ഇരുന്ന് ദൈവത്തോട് നിലവിളിക്ക് മറുപടി ഉണ്ടായി. അതിൻ്റെ പേരാണ് ഉണർവ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലും പ്രശ്നങ്ങൾ ആരംഭിക്കേണ്ട കാലം അടുത്തിരിക്കുന്നു. അതോടുകൂടി ഒരു മടങ്ങിവരവുണ്ട്. പരിശുദ്ധാത്മാവുള്ള ആരാധന ആരംഭിക്കും, അല്ലെങ്കിൽ അത് അതിൻ്റെ പുനരാരംഭം ഉണ്ടാകും. അതോടുകൂടി ഉണർവ് ആരംഭിക്കും. പ്രവാചകന്മാർ പ്രവചിച്ച അല്ലെങ്കിൽ പ്രാസംഗികർ പ്രസംഗിച്ച പ്രസംഗത്തിനൊത്തവണ്ണം ഒരു ഉണർവ് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടണം. പലരും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പലരും പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറയുമ്പോൾ, പലരും ആത്മാവുള്ള ആരാധന ഇല്ലാതെയാകുമ്പോൾ ഒരു പ്രശ്നങ്ങൾ കൂടി നാം പരിശുദ്ധാത്മാവിനെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ ഉപയോഗിച്ച് ആത്മാവിൽ ആരാധിച്ച് അതിൻ്റെ ശ്വാസം ദേശത്ത് ഊതുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തൻ്റെ വായിലെ ശ്വാസത്താൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെ ഒടുക്കിക്കളയും. പരിശുദ്ധാത്മാവിലെ ആരാധന നിശ്ചയമായിട്ടും ഈ അധർമ്മമൂർത്തികളുടെ ശക്തികൾ വെളിപ്പെടുവാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷത നമ്മുടെ ദേശത്ത് വെളിപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ആകയാൽ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ മടക്കി കൊണ്ടുവരിക, ആത്മാവുള്ള ആരാധന വർദ്ധിച്ചു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഭകളെ, ദേശങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.